ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ബെറോസ് മൂവി റിവ്യൂ അല്ല. ബെറോസ് മൂവി കണ്ട ഒരു സാധാരണ പ്രേക്ഷകന്റെ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി. കാരണം ഈ സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ അഭിനയ ചാതുരിയെക്കുറിച്ചോ ഒന്നുമല്ല ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു സാധാരണ പ്രേക്ഷകന് ഈ ചിത്രം കണ്ടാൽ എന്ത് തോന്നും എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. ബെറോസ് കുട്ടികൾക്കുള്ള ഒരു ചിത്രമാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ ചിത്രം കണ്ടത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ട കുട്ടികളുടെ മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും കുട്ടികൾ സിനിമ കാണുന്നത് എന്നാണ്. അന്നത്തെ കുട്ടികൾക്ക് 3D സിനിമ ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. മൊബൈൽ ഫോണിന്റെ വരവോടുകൂടി ലോകമെമ്പാടുമുള്ള ഏറ്റവും സാങ്കേതികത്വമുള്ള സിനിമകളും ആനിമേഷൻ ചിത്രങ്ങളും വെബ് സീരീസുകളുമൊക്കെയാണ് അവർ കാണുന്നത്. അവർക്ക് മുന്നിലാണ് ബെറോസ് വരുന്നത്. ഒരു 3D സിനിമ കാണുക എന്നുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഒരു മികച്ച 3D സിനിമ നൽകി എന്ന കാര്യത്തിൽ ബെറോസിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിമാനിക്കാം. പക്ഷേ 3D സാങ്കേതിക വിദ്യ ഒഴിച്ചാൽ കുട്ടികളെ പിടിച്ചിരുത്തുന്ന യാതൊന്നും ഈ സിനിമയിലില്ല എന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കുട്ടികളെ എക്സൈറ്റ്മെന്റ് ചെയ്യിക്കുന്ന ഒരു കഥാഗതി അല്ല ബെറോസിൻ്റേത്. അവരെ ത്രില്ലടിപ്പിക്കുന്നതോ ചിരിപ്പിക്കുന്നതോ ആയ സീനുകളൊന്നും തന്നെ സിനിമയിൽ കണ്ടില്ല. പ്രേക്ഷകരെ ഒട്ടും പിടിച്ചിരുത്താത്ത ഒരു തിരക്കഥയാണ് ബെറോസിൻ്റെ എന്ന് തോന്നിപ്പോയി. കുട്ടികളാണ് മുഖ്യ പ്രേക്ഷകർ എന്നിട്ടുകൂടി ബെറോസിലെ പല സംഭാഷണങ്ങളും എഴുതിയിരിക്കുന്നത് അവർക്ക് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലാണ്. കുട്ടികളോട് കഥ പറയുമ്പോൾ അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ സംഭാഷണങ്ങൾ എഴുതാൻ തിരക്കഥാകൃത്തിന് കഴിഞ്ഞില്ല. സിനിമയിലെ പല രംഗങ്ങളും ഒരു നാടകം കാണുന്ന പോലെയാണ് കാണേണ്ടി വരുന്നത്. വളരെ മന്ദഗതിയിലാണ് ബെറോസിന്റെ തിരക്കഥ പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നതെല്ലാം വളരെ വേഗതയുള്ള വീഡിയോകളാണ്. ആ സ്ഥാനത്താണ് ഇത്രയും മന്ദഗതിയിലുള്ള സീനുകളുമായുള്ള ബെറോസിന്റെ വരവ്. അതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ക്രിസ്മസ് അവധിക്കാലത്ത് കുട്ടികൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ ബെറോസ് തന്നെയാണ്. 3D സാങ്കേതിക വിദ്യയുടെ മികവ് കാണാം എന്ന ഒറ്റ കാരണം കൊണ്ടും കുട്ടികൾക്ക് മറ്റൊരു ഓപ്ഷനില്ല എന്നുള്ളത് കൊണ്ടും ബെറോസ് വിജയമാകുന്നതിൽ അത്ഭുതമില്ല. നിങ്ങൾ ബെറോസ് സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.